ഒമാനിലെ നിക്ഷേപ സാധ്യത തേടി ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലും ഒമാനിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ഒമാനിൽ 14 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫോറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിങ്ങും സംയുക്തമായി നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. റൂവിയിലെ OCCI ആസ്ഥാനത്തുള്ള അൽബാത്തിന ഹാളിൽ നടന്ന ചടങ്ങിൽ ബിസിനസ് രംഗത്തെ നേതാക്കൾ, നിക്ഷേപകർ, സംരംഭകർ എന്നിവർ പങ്കെടുത്തു. ഒമാനെ ആഗോള നിക്ഷേപ കേന്ദ്രമായി ഉയർത്തിക്കാട്ടുന്ന സെഷനുകൾ, വിദഗ്ധരുടെ അവതരണങ്ങൾ, പാനൽ ചർച്ചകൾ എന്നിവ നടന്നു. OCCI ഡയറക്ടർ ബോർഡ് സെക്കൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ എഞ്ചിനീയർ ഹമൂദ് ബിൻ സാലിം അൽ സാദി ഉദ്ഘാടനം ചെയ്തു. ഒമാൻ വിഷൻ 2040 ലക്ഷ്യമിട്ട് സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്കും സുൽത്താനേറ്റിൽ മികച്ച നിക്ഷേപാന്തരീക്ഷം ഒരുക്കാനുമാണ് ചേംബർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. OCCI ബോർഡ് അംഗവും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൽ ലത്തീഫ് മൊയ്തീൻ കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. ഒമാന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിൽ അന്താരാഷ്ട്ര നിക്ഷേപകർ വഹിക്കുന്ന പങ്ക് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം നിക്ഷേപകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും തന്ത്രപ്രധാനമായ അന്താരാഷ്ട്ര പങ്കാളിത്തം ഉറപ്പാക്കാനും സമിതി സദാ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വിമാന സർവീസുകളിലെ തടസ്സങ്ങൾക്കുമിടയിൽ ഒമാനിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. 2026 ആദ്യ പകുതിയിൽ ഒമാനിലേക്ക് 18 ലക്ഷം വിനോദസഞ്ചാരികൾ എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. മുൻ വർഷത്തെ ഇതേ കാലയളവിന് സമാനമായ സന്ദർശക നിരക്കാണ് സുൽത്താനേറ്റ് നിലനിർത്തിയത്. സന്ദർശകരിൽ 4.91 ലക്ഷം പേരുമായി UAE ഒന്നാം സ്ഥാനത്തും 3.82 ലക്ഷം പേരുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്തും 68,000 പേരുമായി ജർമ്മനി മൂന്നാം സ്ഥാനത്തുമാണ്. അതേസമയം ഇതേ കാലയളവിൽ വിദേശത്തേക്ക് യാത്ര ചെയ്ത ഒമാനി പൗരന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. 2025 2.9 മില്യണിൽ നിന്ന് 2.8 മില്യണായാണ് കുറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ ഒമാന്റെ ടൂറിസം മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഇത് ദീർഘനാൾ തുടർന്നാൽ ഈ വർഷം ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കിനെ ബാധിച്ചേക്കും. ഫോറിനേഴ്സ് റെസിഡൻസ് ലോ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതികളുടെ ഭാഗമായി വിദേശ പൗരന്മാർക്ക് 14 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസ അനുവദിച്ച് ഒമാൻ. റോയൽ ഒമാൻ പോലീസാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കിയത്. അധികൃതർ നിശ്ചയിച്ച നിബന്ധനകൾക്ക് വിധേയമായി നിശ്ചിത രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഒമാനിൽ പ്രവേശിച്ച് 14 ദിവസം വരെ സൗജന്യമായി താമസിക്കാൻ ഈ വിസയിലൂടെ സാധിക്കും. ഉത്തരവ് നമ്പർ 109/2026 പ്രകാരം കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് ഈ പുതിയ ഹ്രസ്വകാല വിസ കാറ്റഗറിക്ക് രൂപം നൽകിയിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് സൗജന്യ വിസ അനുവദിക്കുന്നതെന്ന് സംബന്ധിച്ച് റോയൽ ഒമാൻ പോലീസ് വൈകാതെ പട്ടിക പുറത്തുവിടുമെന്നാണ് വിവരം. പരിഷ്കരിച്ച നിയമപ്രകാരം സൗജന്യ വിസയിലെത്തുന്നവർക്ക് 14 ദിവസത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി ആവശ്യമായ യോഗ്യതകൾ തെളിയിച്ചും നിശ്ചിത ഫീസ് അടച്ചും സൗജന്യ ടൂറിസ്റ്റ് വിസ മറ്റ് ടൂറിസ്റ്റ് വിസ കാറ്റഗറിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.